ഡിജിറ്റൽ എന്റർടൈൻമെന്റ് ലോകത്ത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വമ്പൻ യുദ്ധത്തിന് വഴി തുറന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് സിനിമാ നിർമ്മാതാക്കളും OTT പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള മത്സരങ്ങളാണ്. എന്നാൽ ഇവിടെ പോരാട്ടം നടക്കുന്നത് രണ്ട് വമ്പന്മാർ തമ്മിലാണ്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബ്, മറുവശത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച OTT ഭീമനായ നെറ്റ്ഫ്ലിക്സ്. ഈ യുദ്ധത്തിലെ പ്രധാന വിഷയം സിനിമയോ വെബ് സീരീസുകളോ അല്ല, മറിച്ച് ജനപ്രിയ കണ്ടന്റ് ക്രിയേറ്റർമാരെ സ്വന്തമാക്കുക എന്നതാണ്. അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് താരങ്ങളെ സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കാൻ നെറ്റ്ഫ്ലിക്സ് കോടികളെറിയുമ്പോൾ അവരെ കൈവിട്ടു പോകാതിരിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളർ വാഗ്ദാനം ചെയ്ത യൂട്യൂബ് പ്രതിരോധം തീർക്കുകയാണ്. നിലവിൽ 32.5 കോടിയിലധികം വരിക്കാരുള്ള വലിയൊരു സ്ട്രീമിംഗ് ശൃംഖലയാണ് നെറ്റ്ഫ്ലിക്സിനുള്ളത്. എങ്കിലും ചെറുപ്പക്കാരായ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് ജെൻസി കാറ്റഗറിയെ കൂടുതൽ ആകർഷിക്കാൻ അവർക്ക് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർമാരുടെ സഹായം ആവശ്യമായി വരുന്നു. അലൻ ചിക്കിൻ ചൗ, നിക് ദി ജിയോവാനി തുടങ്ങിയ ലോകപ്രശസ്തരായ യൂട്യൂബർമാർക്ക് കോടികൾ നൽകിയാണ് നെറ്റ്ഫ്ലിക്സ് തങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഇവരുടെ വീഡിയോകൾ നെറ്റ്ഫ്ലിക്സിലും ഒരേ സമയം സ്ട്രീം ചെയ്യാൻ കരാറുകൾ ഉണ്ടാക്കുന്നു. ക്രിയേറ്റർമാർക്ക് ഇത് വലിയൊരു അവസരമാണ്. തങ്ങൾ നിർമ്മിക്കുന്ന അതേ വീഡിയോകൾക്ക് അധികമായി കോടികൾ വരുമാനം ലഭിക്കുന്നു. യൂട്യൂബിൽ ലഭിക്കാത്ത പുതിയൊരു പ്രേക്ഷക സമൂഹത്തിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്നു. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ യൂട്യൂബ് CEO നീൽ മോഹന്റെ നേതൃത്വത്തിൽ ശക്തമായ പദ്ധതികളാണ് കമ്പനി പുറത്തെടുക്കുന്നത്. ഒരു കാലത്ത് വൻകിട സിനിമകൾക്കും ഹൈ ബജറ്റ് വെബ് സീരീസുകൾക്കുമായി നെറ്റ്ഫ്ലിക്സും വ്യക്തിഗത വീഡിയോകൾക്കും വ്ലോഗുകൾക്കുമായി യൂട്യൂബും വെവ്വേറെ സാമ്രാജ്യങ്ങൾ ഭരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ അതിർവരമ്പുകൾ മാഞ്ഞുപോയിരിക്കുന്നു. സ്മാർട്ട് ടിവികളിലൂടെ ആളുകൾ ഏറ്റവും അധികം കാണുന്ന സ്ട്രീമിംഗ് സേവനമായി യൂട്യൂബ് മാറിയതോടെയാണ് നെറ്റ്ഫ്ലിക്സ് പ്രതിരോധത്തിലായത്. മുൻപ് ടിക്ടോക്ക് തരംഗമായപ്പോൾ യൂട്യൂബ് ഷോർട്സ് അവതരിപ്പിച്ച് അതിനെ ചെറുത്ത യൂട്യൂബ് ഇത്തവണ നെറ്റ്ഫ്ലിക്സിന്റെ കടന്നുകയറ്റത്തെ പണമെറിഞ്ഞു തന്നെയാണ് പ്രതിരോധിക്കുന്നത്. സ്ട്രീമിംഗ് ലോകത്തെ ഈ വമ്പൻ പോരാട്ടത്തിൽ അന്തിമ വിജയം ആർക്കായിരിക്കും? ജനപ്രിയ ക്രിയേറ്റർമാരെ നിലനിർത്തി യൂട്യൂബ് തങ്ങളുടെ ആധിപത്യം തുടരുമോ, അതോ ക്രിയേറ്റർമാരെ സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് ഡിജിറ്റൽ യുഗം കീഴടക്കുമോ? കണ്ടു തന്നെ അറിയണം.